ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 6 അല്ലി ചെറിയുള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് അയമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അയമോദകം ചേർത്ത് കൊടുക്കുമ്പോൾ അത് പൊരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു അയമോദക ജീരകം കടിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ സാധാരണ ജീരകം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ചിക്കനിൽ എത്തുന്നത് വരെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂർ കുറഞ്ഞത് വെക്കുക. സമയം ഉണ്ടെങ്കിൽ 1-2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചിക്കന് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ ഒരു 2-3 പച്ചമുളകും ഒന്ന് കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കണം. ഇനി ഇത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഓയിലിൽ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ചിക്കന് നല്ല കറിവേപ്പിലേൻ്റെയും അതുപോലെ പച്ചമുളകിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇതുപോലെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കന് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു സൈഡ് ഒന്ന് നന്നായിട്ട് ആയതിനു ശേഷം പിന്നെ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കണം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്